ഫ്രീഡം വേൾഡ്. ഇന്ത്യയുടെ മധ്യ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് 2000 നവംബർ 1 രൂപവൽക്കരിക്കപ്പെട്ട ഛത്തീസ്ഗഡ്. മധ്യപ്രദേശിലെ വലിയ ജില്ലകൾ യോജിപ്പിച്ചാണ് ഈ സംസ്ഥാനം രൂപവൽക്കരിച്ചത്. റായ്പൂർ ആണ് ഇവിടുത്തെ തലസ്ഥാനം. ഛത്തീസ്ഗഡിൽ 27 ജില്ലകളുണ്ട്. അനസൂയ യുക്തിയാണ് ഇവിടുത്തെ ഗവർണർ. ബസ്തറാണ് ഏറ്റവും വലിയ ജില്ല. ഭൂപേഷ് ബാഗൽ ആണ് മുഖ്യമന്ത്രി. ചെറിയ ജില്ല കവർദായും. 1,35,194 ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ സംസ്ഥാനത്തിന്റെ വിസ്തീർണം. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഒറീസ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവയാണ് അയൽ സംസ്ഥാനങ്ങൾ. BJP നേതൃത്വം നൽകുന്ന സർക്കാരാണ് ഛത്തീസ്ഗഡിന്റെ ഭരണത്തിൽ. ഒട്ടേറെ പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് ഛത്തീസ്ഗഡ്. പണ്ട് ഈ പ്രദേശം പല രാജവംശങ്ങൾ ഭരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു. രാമായണത്തിലും മഹാഭാരതത്തിലും പറയുന്ന ചില സ്ഥലങ്ങൾ ഛത്തീസ്ഗഡിലാണ് എന്ന് വിശ്വസിക്കുന്നു. ഛത്തീസ്ഗഡിൽ AD 10 മുതലുള്ള രാജവാഴ്ചയെക്കുറിച്ചുള്ള ചരിത്രരേഖകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അക്കാലത്ത് ഛത്തീസ്ഗഡ് ഉൾപ്പെടുന്ന പ്രദേശം രജപുത്രരുടെ കീഴിലായിരുന്നു. ഹായ് എന്ന രജപുത്ര കുടുംബം 6 പതിറ്റാണ്ടോളം കാലം ഈ പ്രദേശത്തിന്റെ അധിപന്മാരായിരുന്നു. 14-ാം നൂറ്റാണ്ടോടെ ഈ രാജ്യം ഛിന്ന ഭിന്നമായി. രത്തൻപൂർ, റായ്പൂർ എന്നീ പ്രദേശങ്ങൾ 2 രാജാക്കന്മാരുടെ കീഴിൽ പ്രത്യേക രാജ്യങ്ങളായി. 16-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശങ്ങളിൽ വീണ്ടും ഭരണമാറ്റമുണ്ടായി. ചാലൂക്യ രാജവംശം ബസ്തർ പ്രദേശം സ്വന്തമാക്കി. ഇവിടുത്തെ സാക്ഷരതാ നിരക്ക് 39% മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.